Hello, good evening, my dear students. Welcome to Srivalsam Hub. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിമാലയാസിൻ്റെ ബാക്കി റീജിയണൽ ഡിവിഷൻസ് തൊട്ടാണ്. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയപ്പോൾ പഠിച്ചായിരുന്നു എന്താണ്, ഹിമാലയാസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് റീജിയൻസ് ആയിട്ട്. വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. അപ്പോൾ തൊട്ട് നെക്സ്റ്റ് പേജിൽ തന്നെ പേജ് നമ്പർ 14 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ടല്ലേ. ടേബിൾ ഗിവൺ ബിലോ ഷോസ് 3 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെയാണ് അത് മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയാസിനെ ഇൻഡസും കാളിയും എന്ന് പറയുന്ന റിവർ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഞാനിത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റിനകത്തും മാർക്ക് ചെയ്ത് വയ്ക്കാം. ആൻഡ് സെൻട്രൽ ഹിമാലയാസ് ആണെങ്കിൽ കാളി ആൻഡ് ടീസ്റ്റ, ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ് ആണെങ്കിൽ ടീസ്റ്റ ആൻഡ് ബ്രഹ്മപുത്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. സോ ഇതിൻ്റെ മാപ്പിലുള്ള മാർക്കിംഗ് മാത്രമാണ് നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. അത് ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനി സമയം കളയണ്ട, നേരെ നമുക്ക് എന്തിലേക്ക് പോവാം, നമുക്ക് ഹിമാലയാസിനെ പറ്റി പഠിക്കാം. സോ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഹിമാലയാസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എവിടെ വരെ, ഇൻഡസ് റിവർ തൊട്ട് അതുപോലെ നോർത്ത് ഓഫ് ജമ്മു കാശ്മീർ വരെ, അതായത് നമ്മുടെ കാളി റിവറിൻ്റെ വാലി എന്ന് വെച്ചാൽ എന്താണ്, താഴ്വാരം വരെയാണ് ആക്ച്വലി ഈ ഒരു വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ ഒരു നീളം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇമേജ് കൂടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതിനകത്ത് ഇൻഡസ് റിവർ വാലി തൊട്ട് നമ്മുടെ നോർത്ത് ഓഫ് ജമ്മു കാശ്മീരിൻ്റെ നോർത്ത് വരെ, അതുപോലെ അവിടെ തന്നെ കാളി റിവർ വാലി ഉണ്ട്. ഇത്രയും ദൂരമാണ് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസ് കിടക്കുന്നത്, ഈ ഒരൊറ്റ ഏരിയ. അപ്പോൾ ഇതിനെ നമുക്ക് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി കാശ്മീർ ഹിമാലയ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഒരു ഏരിയ 3.5 ലാക്ക് സ്ക്വയർ കിലോമീറ്ററിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് മുഴുവനായിട്ട് നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് ഉള്ളത് 3.5 ലാക്ക്. അതുപോലെ ലഡാക്ക് റീജിയനിലും ഇതിൻ്റെ എന്തുണ്ട്, ആ ഒരു കാശ്മീർ ഹിമാലയ കവർ ചെയ്ത് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇനി മുഴുവനായിട്ടുള്ളൊരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 700 കിലോമീറ്റർ ലോങ് ആണ് അല്ലേ, നീളമുണ്ട്. അതുപോലെ ഇതിൻ്റെ വീതി നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വൈഡാണ്, 500 കിലോമീറ്റർ വൈഡാണ്. അതുപോലെ ഇവിടുത്തെ മെയിനായിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് നോക്കാം. ഏതൊക്കെയാണ് മൗണ്ടൻ റേഞ്ചസ്? കാരക്കോറം ഉണ്ട്, സസ്കർ ഉണ്ട്, ലഡാക്ക് ഉണ്ട് ആൻഡ് പീർപഞ്ചൽ. ഇത്രയാണ് അവിടുത്തെ കാശ്മീർ ഹിമാലയത്തിലുള്ള മൗണ്ടൻ റേഞ്ചസ്. ഇനി ഇവിടെ തന്നെ പ്രധാനമായിട്ട് കാരക്കോറം റേഞ്ചിൽ മൗണ്ട് K2 എന്ന് പറയുന്നൊരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ ഹയസ്റ്റ് ഉയരം കൂടിയ ഒരു മലനിര എന്ന് പറയുന്നത്. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 8611 മീറ്റേഴ്സാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 8.6 കിലോമീറ്ററോളം ഉയരമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അതുപോലെ അവിടുത്തെ മെയിനായിട്ടുള്ള ഗ്ലേസിയേഴ്സ് അല്ലേ. ഗ്ലേസിയേഴ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പിക്ക് ഇട്ടിട്ടുണ്ട്. എന്താണ് ഗ്ലേസിയർ? അപ്പോൾ ഈ ഗ്ലേസിയേഴ്സ്, ഇവിടെ മെയിനായിട്ടുള്ള ഗ്ലേസിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാച്ചിനും ബോൾട്ടോറയാണ്. അപ്പോൾ ഈ എന്താണ് ഐസ് പാളികൾ അല്ലെങ്കിൽ ഈ ഒരു ഐസ് മലകൾ, അതിൽ നിന്നുമൊക്കെ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്, ഹെൽപ്പ് ദ റിവർ ഇൻഡസിലും അതുപോലെ ഇൻഡസിൻ്റെ തന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള നദികൾക്കൊക്കെ എപ്പോഴും വെള്ളം കിട്ടാനായിട്ട് കാരണക്കാരൻ ആരാണ്? ഈ ഗ്ലേസിയേഴ്സാണ്. ഈ സിയാച്ചിനും ബോൾട്ടോറ തുടങ്ങിയ ഈ ഗ്ലേസിയേഴ്സിൽ നിന്നുമൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതലും വെള്ളം ഈ റിവർ ഇൻഡസിന് കിട്ടുന്നത്. ഈ ഒരു കാരണത്താലാണ് പണ്ട് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ച സമയത്ത് അവിടെ എന്തുകൊണ്ടാണ് ഇൻഡസ് സിവിലൈസേഷൻ തുടങ്ങിയതിൻ്റെ കാരണം തന്നെ ഈ റിവേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ റിവേഴ്സിന് വെള്ളം കിട്ടാനുള്ള കാരണം ഈ ഗ്ലേസിയേഴ്സാണ്. സിയാച്ചിനും ബോൾട്ടോറോ എന്ന് പറയുന്ന ഈ 2 ഗ്ലേസിയേഴ്സിൽ നിന്നാണ് മെയിനായിട്ട് ഇവർക്ക് ഈ റിവർ ഇൻഡസിന് വെള്ളം കിട്ടുന്നത്. ഇനി നമ്മൾ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ തന്നെ മൗണ്ടൻ പാസുകളുണ്ട്. മൗണ്ടൻ പാസുകൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് മൗണ്ടൻ പാസ്. ജസ്റ്റ് നമുക്ക് ഒരു സഞ്ചരിക്കാനായിട്ട് ഉള്ള ഒരു റോഡ് സിസ്റ്റമാണല്ലേ, റോഡാണ് നമ്മൾ ഈ മൗണ്ടൻ പാസുകളെന്ന് വിളിക്കുന്നത്, മൗണ്ടനിൽ കൂടെ സഞ്ചരിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലേ, ദ ഫ്രൈറ്റ് ആൻഡ് പാസഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ കാരിയർ വണ്ടികളും നമ്മുടെ റോഡിൽ ഓടുന്ന വെഹിക്കിൾസും ഇതിനൊക്കെ മൂവ്മെൻറ്റ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇത് സഞ്ചരിക്കുന്നത് എവിടെ കൂടെയാണ്, ഈ മൗണ്ടൻ്റെ 2 സൈഡിൽ കൂടെയും ഈ മൗണ്ടൻ പാസുകളുണ്ട്. അപ്പോൾ ഈ മൗണ്ടൻ പാസുകൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും ഈസിയർ നാച്ചുറൽ പാസേജ്, അതായത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു പാസേജാണ്, അല്ലാതെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുത്തതോ, അത് ഓൾറെഡി ഒരു മൗണ്ടൻ്റെ കൂടെ വരുന്നതാണ്. അത് നമ്മൾ നടന്നും അങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ ഇതിനെ നമുക്ക് റോഡൊക്കെ ആക്കി നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിനെ ഒരു നാച്ചുറൽ മൗണ്ടൻ പാസേജ് എന്ന് പറയാം. ഇങ്ങനത്തെ മലനിരകൾ, മൗണ്ടൻ ടെറൈൻസ്, അതായത് മൗണ്ടൻ നിരകളിലൊക്കെ ഇതുപോലത്തെ മൗണ്ടൻ പാസുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മെയിനായിട്ടുള്ളൊരു പാസ് ബനിഹാൽ പാസ്സാണ്. അപ്പോൾ ഈ ബനിഹാൽ പാസ് എന്ന് പറയുന്നത് ജമ്മു തൊട്ട് വിച്ച് കണക്ട്സ് ജമ്മു വിത്ത് കാശ്മീർ വാലി, അല്ലേ? ജമ്മുവും കാശ്മീരിലെ വാലിയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബനിഹാൽ പാസ്. അപ്പോൾ ബനിഹാൽ പാസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജമ്മു വഴി കാശ്മീർ വാലി അങ്ങോട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റും. ഇനി ഇവിടെ തന്നെ ഫ്രഷ് വാട്ടേഴ്സ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ലേക്കുകളുണ്ട്. ഏതൊക്കെയാണ് ഫ്രഷ് വാട്ടർ ലേക്കുകൾ? മെയിനായിട്ട് ഇവിടെ വരുന്നത് ശ്രീനഗറാണ്. ശ്രീനഗർ ഈ സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഡാൽ ലേക്ക്. ഡാൽ ലേക്ക് എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്താണ് നമ്മുടെ ശ്രീനഗർ എന്ന് പറയുന്ന നഗരം ഉള്ളത്. അപ്പോൾ ഇവിടെ അത് കൂടാതെ ഒരുപാട് നമ്പർ ഓഫ് ലേക്സും നമുക്കിവിടെ ഫ്രഷ് വാട്ടർ ലേക്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഡാൽ ലേക്ക് മാത്രമാണ് ഉള്ളത്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസവും അതുപോലെ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സുമാണ്. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനായാലും ടൂറിസത്തിനൊക്കെ ആയാലും ബെസ്റ്റായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിൽ വിസിറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷിക്കാര ബോട്ട്സാണ്. അപ്പം ഈ സാധനങ്ങളെ നമുക്ക് യാത്രയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബോട്ടുകളാണ്. പിക്ചർ കണ്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ വളരെ രസകരമാണ്. കാര്യം ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണില്ല എന്തുമാത്രം ആൾക്കാരാണ് ആ ഒരു ബോട്ട് വഴി കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കാശ്മീർ ടൂറിസം അവിടെ നടക്കുന്നത്. ഇത് രണ്ടുമാണ് കാശ്മീർ ടൂറിസത്തിൻ്റെ ഹോൾമാർക്കുകൾ, ഒരു മുദ്ര എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് മാർക്സ്, അല്ലേ? മാർക്സ് എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് മാർക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 2 പിക്ചറുണ്ട്. ഏതാണ്? സമ്മർ സീസൺ, വിൻ്റർ സീസൺ. ഇത് രണ്ടും ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ. അപ്പോൾ ഇത് രണ്ടും ഒരു സ്ഥലമാണ്. ഇതെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ മാർഗ് എന്ന് വെച്ചാൽ മെഡോസ് എന്ന് വിളിക്കും. മെഡോസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ഈ പുൽമേടുകളാണ്. അപ്പോൾ ഈ പുൽമേടുകൾ എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? എലോങ് ദ മൗണ്ടൻ സ്ലോപ്സ് ഡ്യൂറിങ് ദ സമ്മർ സീസൺ. മൗണ്ടൻ്റെ സ്ലോപ്പ് എന്ന ചരിവിലാണ് ഈ ഒരു പുൽമേടുകളൊക്കെ ഉണ്ടാവുന്നത്. അത് ഈ സമ്മർ എന്ന് പറയുമ്പോൾ മഞ്ഞില്ലാത്ത സമയത്ത് ഈ മാർഗുകളുണ്ടാവും. ഇത് വിൻ്റർ ആകുമ്പോഴേക്കും ഈ മാർഗുകൾ മുഴുവൻ എന്താണ്? ഗെറ്റ് കവേർഡ് അണ്ടർ സ്നോ. കണ്ടില്ലേ? സ്നോയിൽ അത് മുഴുവനായിട്ട് കവർ ചെയ്യുകയും അങ്ങനെ ഇത് വിൻ്റർ സമയമാകുമ്പോൾ നമുക്ക് ഫുള്ള് മഞ്ഞ് വീഴുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്കീയിങ് ഒക്കെ തുടങ്ങിയ, അതായത് കണ്ടിട്ടില്ലേ 2 കമ്പ് ഉപയോഗിച്ച് കാലിൽ വലിയൊരു സ്കേറ്റിംഗ് സാധനമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ സ്കീയിങ് ചെയ്ത് പോകുന്നതൊക്കെ അറിയാമല്ലോ. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഈ മാർഗ് എന്ന് പറയുന്ന സ്ഥലത്തിൽ. അപ്പോൾ മാർഗ് സമ്മർ സീസണിൽ അതൊരു പുൽമേടാണെങ്കിൽ അത് വിൻ്റർ ആകുമ്പോഴേക്കും ഫുൾ ഐസിൽ നിറഞ്ഞിട്ട് ആൾക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലമാവും. അപ്പോൾ സൺമാർഗും ഗുൽമാർഗുമാണ് ഇതിനെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 മാർഗുകൾ എന്ന് പറയുന്നത്. പഠിക്കാനും എളുപ്പമാണ്. സൺമാർഗും ഗുൽമാർഗും. സോ ഇനി നമുക്ക് നോക്കാം ഹിമാലയ. എന്താണ് ഹിമാലയ? ഇപ്പോൾ ഹിമാലയ എന്ന് പറയുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശിലാണ് നമ്മുടെ ഈ ഹിമാലയയുടെ മുഴുവൻ ഭാഗവും ഇരിക്കുന്നത്. അവിടെ തന്നെ പ്രധാനപ്പെട്ട നദികളുണ്ട്. ചെനാബ്, രവി ആൻഡ് ബിയാസ്. അതാണ് മെയിനായിട്ടുള്ള റിവേഴ്സ്. പിന്നെ അത് പോരാഞ്ഞിട്ട് മൗണ്ടൻ റേഞ്ചുകളുണ്ട്. ധോലാധാർ, പീർപഞ്ചൽ തുടങ്ങിയത്. ഫ്രഷ് വാട്ടർ ലേക്കുകളാണ് ചന്ദ്രദലും സൂരജ് ദലും. അത് എളുപ്പമാണ്. സൂരജ്. അപ്പോൾ ചന്ദ്രദലും സൂരജ് ദലും. ഇനി ഇവിടെയുള്ള മൗണ്ടൻ പാസുകളാണ് 2 ഉണ്ട്. മൗണ്ടൻ പാസുകൾ ഏതൊക്കെയാണ്? ബരലച്ച ലാ പാസും അതുപോലെ റോത്താങ് പാസും. ഇപ്പം ബരലച്ച ലാ പാസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അത് ഹിമാചൽ പ്രദേശിൽ നിന്നും ലഡാക്കിലോട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ്സാണ്. റോത്താങ് പാസ് എന്ന് പറയുന്നതോ കണക്ട്സ് കുളു വാലി വിത്ത് ലാഹൂൽ ആൻഡ് സ്പിതി വാലീസ്. അപ്പോൾ കുളു വാലിയിൽ നിന്നും ലാഹൂലിലേക്കും അതുപോലെ സ്പിതി വാലിയിലേക്കൊക്കെ പോകുന്ന, സ്പിതി താഴ്വാരത്തിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ആ ഒരു പാസ്സാണ് എന്തെന്ന് പറയുന്നത്? റോത്താങ് പാസ്. ഇനി ഇവിടെ മനോഹരമായിട്ടുള്ള താഴ്വാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കുളു, കാംഗ്ര,
ലാഹോൾ. അതുപോലെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സെൻറ്റേഴ്സുകളാണ് ഏതൊക്കെ, ഷിംല, മണാലി തുടങ്ങിയതൊക്കെ അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സെൻറ്റേഴ്സുമാണ്. ഇനി ഇവിടുത്തെ പ്രത്യേകത, ഇതെന്തുകൊണ്ടാണ് ഒരു ടൂറിസം ആയി മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നോഫാളുണ്ട്. സ്നോഫാൾ അറിയാമല്ലോ, മഞ്ഞ് വീഴുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും വിൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ. അതുപോലെ മൈൽഡ് വിൻ്ററാണ്. അത് എന്ന് വെച്ചാൽ എക്സ്ട്രീം വിൻ്ററല്ല, തണുത്തുറച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലൊന്നുമല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻ്ററാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. ഹോട്ട് സ്പ്രിങ്സിൻ്റെ പിക്ചർ കണ്ടല്ലോ. ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് ഹോട്ട് സ്പ്രിങ്സ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അടുത്ത ചോദ്യം. ഹൗ ആർ ഹോട്ട് സ്പ്രിങ്സ് ഫോംഡ്? എങ്ങനെ ഹോട്ട് സ്പ്രിങ്സ് ഫോമായി? റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ എർത്ത് ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ. In areas where mountain building orogenic processes are active, the subsurface rock layers get heated up and these rock layers warm up the groundwater. The groundwater thus warmed rises to the surface as hot springs. കേട്ടിട്ട് എന്തൊക്കെയോ പോലെ തോന്നുന്നില്ലേ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. റെയിൻ വാട്ടർ എന്ത് ചെയ്യും? എർത്തിലേക്ക് സീപ്പ് ചെയ്യും, എന്ന് വെച്ചാൽ ഒഴുകി വീണിട്ട് ഇതെന്താണ്? നേരെ ഇതെന്തായി മാറും? ഗ്രൗണ്ട് വാട്ടറായിട്ട് മാറുകയാണ്. വെള്ളം ഭൂമിയുടെ അടിയിൽ പോയിട്ട് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളെ കിണറ്റ് വെള്ളമൊക്കെ. അപ്പോൾ ഇതുപോലെ ഗ്രൗണ്ട് വാട്ടറായി. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൗണ്ടൻ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഹിമാലയ ഉണ്ടാവുന്നത് പഠിച്ചു, അതുപോലെ ഫോൾഡ് മൗണ്ടൻസിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇവിടെയും ഈ മൗണ്ടൻ ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ണിന് താഴെയുള്ള റോക്ക്, പാറകളൊക്കെ എന്ത് ചെയ്യും? കുറച്ചൊന്ന് ഹീറ്റായിട്ട് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഇടയിലുള്ള വെള്ളവും ഹീറ്റാവാൻ തുടങ്ങും. അങ്ങനെ വെള്ളം ഹീറ്റായി തുടങ്ങുമ്പോൾ വെള്ളം വളരെയധികം ചൂടായിട്ട് തിളച്ച രീതിയിലിരിക്കും. അതാണ് നിങ്ങൾക്ക് പിക്ചറിൽ കണ്ടപ്പോൾ എന്താണ്, വെള്ളം തിളച്ചു മറിഞ്ഞു വരുന്നത്. ഇതിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂബ്ര വാലി ഉണ്ട്, മണികരനുണ്ട്, ഖീരഗംഗയുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഈ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ലോകത്ത് പല സ്ഥലങ്ങളിൽ, US അങ്ങനെ പല സ്ഥലങ്ങളിലും ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. ഇതൊക്കെ വളരെ ടൂറിസം അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇത് മാത്രമല്ല, ഈ ഒരു ഹോട്ട് സ്പ്രിങ് കൊണ്ട് നമുക്ക് ഇലക്ട്രിക് പവറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ വൈദ്യുതി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഈ മണികരൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തും ജിയോ തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്. അതായത് ഈ ഒരു എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് കറണ്ട് നമുക്ക് ഉൽപ്പാദിക്കാൻ പറ്റും. സോ ഇനി അടുത്ത് നമുക്ക് ഉത്തരാഖണ്ഡ് ഹിമാലയ നോക്കാം. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയ എവിടെയാണുള്ളത്? റിവർ സത്ലജ് തൊട്ട് റിവർ കാളി വരെയാണ് എന്തുള്ളത്? ഈ ഒരു ഉത്തരാഖണ്ഡ് ഹിമാലയ ഉള്ളത്. ഇതിൻ്റെ വെസ്റ്റേൺ സൈഡിനെ വിളിക്കുന്ന പേര് ഗാഡ്വാൾ ഹിമാലയ എന്നും ഈസ്റ്റേൺ സൈഡിനെ വിളിക്കുന്നത് കുമയൂൺ ഹിമാലയാസ് എന്നും. ഇപ്പോൾ വെസ്റ്റേൺ സൈഡ് ഗാഡ്വാൾ, ഈസ്റ്റേൺ സൈഡ് കുമയൂൺ. ഇനി ഇവിടെ പല ഉയർന്ന പീക്സ് ഉണ്ട്. പീക്സ് എന്ന് വെച്ചാൽ വളരെ ഉയർന്ന പ്രദേശങ്ങളാണ്. നന്ദാദേവി, കാമേദ്, ബദ്രിനാഥ്, കേദാർനാഥ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. വളരെ ബദ്രിനാഥ്, ഇവിടെയൊക്കെ വളരെ പ്രശസ്തമായ കോവിലുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണുള്ളത്. ഇനി ഇവിടുത്തെ മെയിനായിട്ടുള്ള ഗ്ലേസിയേഴ്സ് ഏതൊക്കെയാണ്? ഗംഗോത്രി, യമുനോത്രി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു, ഗ്ലേസിയറിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നും റിവർ ഇൻഡസിനുള്ള വെള്ളം കിട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ ഗംഗോത്രിയും യമുനോത്രിയും എന്നും പറയുന്ന ഈ 2 ഗ്ലേസിയറിൽ നിന്നുമാണ് നമ്മുടെ ഗംഗയ്ക്കും യമുനയ്ക്കും ഒക്കെ എന്ത് ചെയ്യുന്നത്? വെള്ളം കിട്ടുന്നതും. ഗംഗയും യമുന എന്നും ഉണ്ടായ ഈ 2 റിവറും ഈ ഒരു ഗ്ലേസിയേഴ്സിന് കാരണമാണ് ഇത് രണ്ടും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഫ്രഷ് വാട്ടർ ലേക്കും ഉണ്ട്, 2 ഉണ്ട്, നൈനിതാലും ബിംതലും. അപ്പോൾ ഇത് രണ്ടും ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ലേക്കാണ്. നമുക്ക് ആർക്കാണോ കുടിക്കാനും എന്തിനാണോ ഉപയോഗിക്കാൻ പറ്റുന്ന ലേക്കുകളാണ്. ഇനി നമ്മളിവിടെ പഠിക്കുന്നതിൽ മറ്റൊരു കാര്യം എന്താണ് ഡൺസ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഡൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിക്ചർ തരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ലെസർ ഹിമാലയാസിൻ്റെയും ശിവാലിക് ഹിൽ റേഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന ഫ്ലാറ്റ് വാലിയെയാണ് ഡൺസ് എന്ന് വിളിക്കുന്നത്. അതായത് വാലി എന്ന് വെച്ചാൽ താഴ്വാരമാണ്. അപ്പോൾ ഈ 2 മലകളുടെ ഇടയിൽ വരുന്ന ഒരു താഴ്വാരത്തിനെയാണ് ഡൺ എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഡെറാഡൺ. ഉത്തരാഖണ്ഡിലുള്ള ഡെറാഡൺ എന്ന് പറയുന്നത് ഈ ഒരു ഡണ്ണാണ്. ആക്ച്വലി ഈ 2 മലകളുടെ ഇടയിൽ വരുന്ന ഒരു താഴ്വാരമാണ്. അതിനെയാണ് ഡൺസ് എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ ബുഗ്യാൽസ് ഉണ്ട്. ബുഗ്യാൽസ് എന്താണെന്ന് നോക്കിയോ? Alpine summer meadows along the higher altitude mountain slope of this region are called bughyals.
അപ്പോൾ ബുഗ്യാൽസ് എന്ന് വെച്ചാൽ എന്താണ്? ആൽപൈൻ സമ്മർ മെഡോസ്, അതായത് മെഡോസ് എന്ന് വെച്ചാൽ പുൽമേടുകളാണ് അല്ലേ. അപ്പോൾ ഈ ആൽപൈൻ മെഡോസ് അല്ലെ ആൽപൈൻ പുൽമേടുകളെല്ലാം വലിയ മൗണ്ടൻസിൻ്റെയൊക്കെ സ്ലോപ്പുകളിൽ, അത് നല്ല ഉയർന്നമുള്ള ഹയർ ആൾട്ടിറ്റ്യൂഡ് നല്ല പൊക്കമുള്ള മൗണ്ടൻ്റെ സ്ലോപ്പുകളിലാണ് ഈ ആൽപൈൻ മെഡോസ് ഉള്ളത്. ഈ ആൽപൈൻ പുൽമേടുകളെ, ഉയർന്ന പ്രദേശത്തുള്ള മൗണ്ടൻ്റെ സ്ലോപ്സിലുള്ള ഈ പുൽമേടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബുഗ്യാൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ബുഗ്യാൽസിനൊരു പ്രത്യേകതയുണ്ട്. ദ ബുഗ്യാൽസ് വെൻ ഗെറ്റ് ബറീഡ് അണ്ടർ സ്നോ ഡ്യൂറിങ് വിൻ്റർ ഈസ് മെയ്ഡ് യൂസ് ഫോർ വിൻ്റർ ടൂറിസം. അപ്പോൾ ഈ പുൽമേടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ പുൽമേടുകൾ സമ്മറിൽ പുൽമേടുകളായിരിക്കും, വിൻ്ററിലാവുമ്പോൾ ഇത് എന്താണ്? ഫുള്ള് മഞ്ഞ് വീണിട്ട് വിൻ്റർ ടൂറിസം, നേരത്തെ പറഞ്ഞില്ലേ സ്കീയിങ് തുടങ്ങിയ സ്കേറ്റിങ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ബുഗ്യാൽസിനെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ 2 എക്സാമ്പിളാണ് നിങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. ഡയാര ബുഗ്യാലും ഗർസോൺ ബുഗ്യാലെന്നും പറയുന്ന 2 സ്ഥലങ്ങളാണുള്ളത്. ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ബുഗ്യാൽസും ഷെപ്പേർഡ്സും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയും കൂടെ നമ്മളിത് ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ പുൽമേടുകളൊക്കെ ഏത് ഉയരത്തിലാണ് വരുന്നത്? ഏതാണ്ട് 3000-4500 മീറ്റർ ഉയരം വരുന്ന മലനിരകളിലാണ് ഈ ബുഗ്യാൽസൊക്കെ ഉള്ളത്. ഈ ഗാഡ്വാൾ റീജിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗാഡ്വാൾ റീജിയനിലാണ് ഈ ബുഗ്യാൽസ് വരുന്നത്. ഈ ബുഗ്യാൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഗ്യാൽസ് റിമെയിൻ അണ്ടർ സ്നോ ഡ്യൂറിങ് വിൻ്റർ. അതായത് ഈ ബുഗ്യാൽസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്നോ മുഴുവൻ മെൽറ്റാവും. വിൻ്റർ കഴിഞ്ഞിട്ട് മുഴുവൻ മഞ്ഞ് മെൽറ്റായിട്ട് സമ്മറൊക്കെ ആവുന്ന സമയത്ത് ഈ ബുഗ്യാൽ എന്തായിട്ട് മാറും? ഗ്രീൻ മെഡോസ് ആയിട്ട് മാറും, അതായത് പുൽമേടുകളായിട്ട് മാറും. ഈ പുൽമേടുകളായിട്ട് മാറുന്ന സമയത്ത് ഷെപ്പേർഡ്സ്, ആട്ടിടയന്മാർ എന്തിനെ കൊണ്ടുവരും? ആടുകളെ കൊണ്ടുവന്നിട്ട്, ഈ സമയത്തൊക്കെ ആട്ടിടയന്മാർ ഏതെങ്കിലും ഡ്രൈ ആയിട്ടുള്ള താഴ്വാരങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് വെച്ചോ, ഇവർ ഈ പുൽമേടുകളൊക്കെ സമ്മറിൽ വരുന്ന സമയത്ത് ഇവർ നേരെ ബുഗ്യാലിലെത്തും. ബുഗ്യാലിലെത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ ആടുകളെയൊക്കെ മേയ്ക്കാനങ്ങ് വിടും. അങ്ങനെ ഇവർക്ക് ഈ ഒരു സമ്മർ കാലം മുഴുവൻ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ഫുഡ് കിട്ടും. അങ്ങനെ ഇവർ ആ ഒരു രീതിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ലീവിങ് ദെയർ ഡ്രൈ വാലീസ് ദേ മേക്ക് ടെമ്പററി ക്യാമ്പിംഗ് ഷെഡ്സ്, താൽക്കാലികമായിട്ടുള്ള ഷെഡൊക്കെ അവിടെ ഉണ്ടാക്കുമെന്നും, ആൻഡ് ലിവിങ് അലോങ് വിത്ത് ദെയർ ലൈഫ് സ്റ്റോക്സ് അല്ലേ ഇൻ ലക്ഷൂറിയൻ ഗ്രീൻ ബുഗ്യാൽസ്. എന്നിട്ട് അവിടെ തന്നെ അവർ വന്ന് താമസിക്കും. ഈ കന്നുകാലികളുടെ കൂടെയൊക്കെ വന്ന് നാടിൻ്റെ കൂടെയൊക്കെ വന്ന് താമസിച്ച് അവർ ആ ഒരു കാലം മുഴുവൻ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ട്രാൻസ് ഹ്യൂമൻസ് എന്താണെന്നും കൂടെ പഠിക്കേണ്ടത്. സീസണൽ മൈഗ്രേഷൻ അലോങ് വിത്ത് ദെയർ ഡൊമസ്റ്റിക് അനിമൽസ് ഫ്രം വൺ ഗ്രേസിംഗ് ഗ്രൗണ്ട് ടു അനദർ. അപ്പോൾ സീസണലായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വരിക. ഇവർ വരുന്ന സമയത്ത് ഇവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവർ വളർത്തുന്ന അനിമൽസിനെയൊക്കെ കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ട്? ഗ്രേസിങ്ങിന് വേണ്ടിയിട്ട്, പുല്ലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇത് നമുക്കറിയാം, ഇവർ ഒരിടത്ത് മാത്രമല്ല നിൽക്കുന്നത്. ഇവർ ഈ ഒരു ടൈം ആകുമ്പോൾ സമ്മർ ആകുമ്പോൾ മാത്രമാണ് ഈ ബുഗ്യാലിലോട്ടൊക്കെ വരുന്നത്. അതുവരെ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ താൽക്കാലികമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറി അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. അവർ ഈ സീസണിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി മാറി നിൽക്കത്തുള്ളൂ. സോ ഇതും നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം. സെൻട്രൽ ഹിമാലയാസ്. ഇപ്പോൾ എന്താണ് സെൻട്രൽ ഹിമാലയാസ്? സെൻട്രൽ ഹിമാലയാസ്, ദ പാർട്ട് ഓഫ് ദ ഹിമാലയാസ് ഫ്രം റിവർ കാളി ടു റിവർ ടീസ്റ്റ ഈസ് ദ സെൻട്രൽ ഹിമാലയാസ്. റിവർ കാളി മുതൽ റിവർ ടീസ്റ്റ വരെയാണ് എന്തുള്ളത്? സെൻട്രൽ ഹിമാലയാസ് ഉള്ളത്. ഇതിൻ്റെ മറ്റൊരു പേര് നേപ്പാൾ ഹിമാലയ എന്നാണ്. അതിൻ്റെ കാരണം എന്താണ്? മെജോറിറ്റി ഓഫ് ദിസ് റീജിയൻ, ഇതിൻ്റെ കൂടുതലും ഭാഗവും എവിടെയാണുള്ളത്? നേപ്പാളിലാണുള്ളത്. ഇനി ഇതിലൊരു എക്സാമ്പിൾ ഏതൊക്കെയാണ്? വെസ്റ്റേൺ സിക്കിമും ഡാർജിലിംഗ് എന്ന് പറയുന്ന ഈ 2 റീജിയണും സെൻട്രൽ ഹിമാലയാസിലുള്ളതാണ്. പക്ഷേ ഈ 2 റീജിയണും ഇന്ത്യയിലുള്ള റീജിയനാണ്. ഇനി നമ്മൾ മൗണ്ട് എവറസ്റ്റ് നോക്കിക്കഴിഞ്ഞാലോ അത് നേപ്പാളിലാണ്. അതുപോലെ കഞ്ചൻജുംഗ, നതുല പാസ്, ഇത് 2ഉം ഇന്ത്യ ചൈന ബോർഡറിലുമാണ്. അപ്പോൾ സെൻട്രൽ ഹിമാലയാസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് ഓൾമോസ്റ്റ് മിക്ക രാജ്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് അല്ലേ. കാര്യം ഡാർജിലിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. ഇനി കഞ്ചൻജുംഗയും നദൂല പാസും ഇന്ത്യ ചൈന ബോർഡറിലുമാണ്. സോ ഇതാണ് നമ്മുടെ സെൻട്രൽ ഹിമാലയാസിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇനി ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സിക്കിം ഹിമാലയ എന്ന് പറയുന്ന സിക്കിം ഹിമാലയയുടെ ഒരു മെയിനായിട്ടുള്ള ഫീച്ചർ എന്താണ്? ഇവിടെ സ്വിഫ്റ്റ് ഫ്ലോയിങ് ടീസ്റ്റ റിവർ ആൻഡ് ഇറ്റ് സ്ട്രീം ടെറസസ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ടീസ്റ്റ റിവറുണ്ട്. ടീസ്റ്റ റിവർ മാത്രമല്ല, അതിന് സ്ട്രീം ടെറസുകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ പിക്ചർ കാണിച്ചു തരാം. സ്ട്രീം ടെറസ്
പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റെപ്പായിട്ട് വന്നിട്ട് അവിടുന്ന് എന്താണ് ഒരു റിവർ പോലെ ഒന്ന് ഫോം ചെയ്തിരിക്കുകയാണ് നടുക്ക്. അപ്പോൾ ഇതിനെയാണ് ഈ സ്ട്രീം ടെറസുകളെന്ന് വിളിക്കുന്നത്. ടീസ്റ്റാർ റിവറിൽ നോക്കിക്കഴിഞ്ഞാലും ടീസ്റ്റാർ റിവറിൻ്റെ സൈഡിൽ ഇതുപോലെ സ്റ്റെപ്പ് പോലത്തെ ഏരിയയാണ്, നടുക്കൂടെ ടീസ്റ്റാർ നദിയും ഒഴുകിപ്പോവും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സിക്കിം ഹിമാലയയിലെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. ഇനി ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസാണ്, ഇവിടെ എന്തിന് കൊള്ളാം, നമുക്ക് ടീ കൾട്ടിവേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണെന്നും അങ്ങനെ ഇവരെന്ത് ചെയ്തു, അവർ ടീ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, തേയില. അങ്ങനെ ഡാർജിലിംഗ് ടീ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നമ്പർ 1 എന്താണ് അറിയപ്പെടുന്ന ഒരു ടീ ആയിട്ട് മാറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെൻട്രൽ ഹിമാലയാസിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ഫൈൻഡ് ദ പാർട്സ് ഓഫ് സെൻട്രൽ ഹിമാലയാസ് ഇൻ ഇന്ത്യ ഫ്രം ഫിഗർ 1.6 ആൻഡ് മാർക്ക് ദം ഇൻ മൈ ഓൺ അറ്റ്ലസ്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ 1.6 നേരെ വിട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു കോളം കാണാം അല്ലേ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, പല ഹിമാലയാസ്. അപ്പോൾ സെൻട്രൽ ഹിമാലയ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ള 2 ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, ഹിമാദ്രിയുണ്ട്, ഹിമാചലുണ്ട് അല്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെൻട്രൽ ഹിമാലയാസിൽ കാണാൻ പറ്റുന്ന ഒരു ഹിമാലയൻ റേഞ്ചസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഏതാണ് അടുത്ത് പഠിക്കാനുള്ളത്, ഈസ്റ്റേൺ ഹിമാലയാസ്. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയാസ് ഇനി നോക്കിക്കോ. അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത് ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഞാനിപ്പോൾ തരുന്ന നോട്ടിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിളിനകത്ത് വരച്ച് വെച്ചിട്ട് അങ്ങനെയും പഠിക്കാം. ഓക്കെ, അപ്പം ഈസ്റ്റേൺ ഹിമാലയ എവിടെ നിന്നാണുള്ളത്, റിവർ ടീസ്റ്റ തൊട്ട് റിവർ ബ്രഹ്മപുത്ര. അപ്പോൾ റിവർ ബ്രഹ്മപുത്ര ഈസ്റ്റിലാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. അപ്പോൾ ടീസ്റ്റ തൊട്ട് ബ്രഹ്മപുത്ര. അപ്പോൾ നമുക്കൊരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്, വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ്. അങ്ങനെ ഈസ്റ്റിലെത്തി. ഈസ്റ്റിലുള്ളത് മെയിനായിട്ടുള്ളൊരു സ്ഥലം ആസാമാണ്. സോ ആസാമിൽ കൂടെയാണ് ഈ ഹിമാലയാസ് ഉള്ളതും. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്നത് ആസാം ഹിമാലയാസ് എന്നാണ്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം നംച ബർവ എന്ന് പറയുന്ന സ്ഥലമാണ്. 7756, ഏതാണ്ട് 7.7 കിലോമീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇവിടുത്തെ മെയിനായിട്ടുള്ള നദികൾ ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത്, സുബാൻസിരി തുടങ്ങിയ മെയിൻ നദികളുണ്ട്. ഇവിടെയും നമ്മുടെ മൗണ്ടൻ പാസുകളുണ്ട്, 2 ഉണ്ട്, ബോംഡില പാസും ഡിഹു പാസും. അപ്പോൾ ബോംഡില പാസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്, അരുണാചൽ പ്രദേശിൽ നിന്നും അരുണാചൽ പ്രദേശ് തൊട്ട് ലാസ എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഈ ബോംഡില പാസ് കണക്ട് ചെയ്യുന്നത്. ഈ ലാസ എന്ന് പറയുന്ന സ്ഥലമാണ് ടിബറ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലും. അതുപോലെ ദിബു പാസ് ഉണ്ട്. ദിബു പാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ അരുണാചൽ പ്രദേശുമായിട്ട് മ്യാൻമാറിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പാസ്സാണ് ദിബു പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിൽ വരുന്നത്. ഇനി നേരെ നമുക്ക് പഠിക്കാൻ പോകുന്നത് പൂർവജൽ ഹിൽസ് ആണ്. സോ പൂർവജൽ ഹിൽസ് എവിടെയാണുള്ളത്, നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഫ്രം അരുണാചൽ പ്രദേശ് ടു മിസോറാം. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ, നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ നോർത്ത് മുകളിൽ നിന്നും താഴേക്ക്, മാപ്പ് കണ്ടോ, ഇപ്പോൾ മനസ്സിലായോ, മുകളിൽ നിന്നും താഴേക്ക്, അതായത് അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് കണ്ടോ നോർത്തിലെ ഏറ്റവും ടോപ്പിൽ, അവിടുന്ന് താഴെയാണ് മിസോറാം. ഈ ഒരു ഡയറക്ഷനിലാണ് പൂർവജൽ ഹിൽസ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത് 500 മീറ്റർ തൊട്ട് 3000 മീറ്ററാണ് ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെയാണ് ഈ ഒരു അരുണാചൽ പ്രദേശ് തൊട്ട് മിസോറാം വരുന്ന നോർത്ത് സൗത്ത് ഡയറക്ഷനിലിരിക്കുന്ന 500 to 3000 മീറ്റർ ഉയരമുള്ള ഈ ഒരു സ്ഥലത്തിനെയാണ് പൂർവജൽ ഹിൽസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ തന്നെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ചിറാപുഞ്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴവെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ചിറാപുഞ്ചി. അപ്പോൾ ചിറാപുഞ്ചി മാംസിൻ റാമും എന്ന് പറയുന്ന 2 പ്രധാന സ്ഥലങ്ങളും ഇവിടെയാണ് ഹയ്യസ്റ്റ് റെയിൻഫോൾ കിട്ടുന്ന സ്ഥലവുമാണ്. ഇനി നമ്മുടെ ഈ പൂർവജൽ ഹിൽസിലെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഹിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാഗ ഹിൽസ് ഉണ്ട്, മിസോ ഹിൽസ് ഉണ്ട്, മണിപ്പൂർ ഹിൽസ് ഉണ്ട്, പത്ഗേബം ഉണ്ട് തുടങ്ങിയ മെയിനായിട്ടുള്ള ഹിൽസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഫിഗർ 1.18 നോക്കിയേ, റൂട്ട് ബ്രിഡ്ജ് കണ്ടോ, മേഘാലയയിലെ റൂട്ട് ബ്രിഡ്ജാണ്. അപ്പോൾ ഈ റൂട്ട് ബ്രിഡ്ജ് എന്തിനാണ് ഇവരുണ്ടാക്കിയത്, കൺസ്ട്രക്ട് ബൈ ലോക്കൽ ഫോക്ക് അല്ലേ, എന്ന് വെച്ചാൽ അവിടുത്തെ നാട്ടുകാരാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മരത്തിൻ്റെ റൂട്ട് ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ടു ക്രോസ് ടർബുലൻറ്റ് സ്ട്രീംസ്, വളരെയധികം ഒഴുക്കുള്ള നദിയൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഒരു റൂട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത് കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് വെള്ളം കയറുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൂട്ട് ബ്രിഡ്ജ് വഴി പോവാം. അതാണ് 2 തട്ട് തന്നെയുണ്ട് റൂട്ട് ബ്രിഡ്ജിൽ, താഴെയും മേളിലും ഓരോ നില പോലെ അല്ലേ. അപ്പോൾ ഇതുവഴിയൊക്കെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും.
അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു എവിഡൻസ് ആണ് ആൾക്കാർ എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെയാണ്. ഈ റൂട്ട് ബ്രിഡ്ജ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഷെപ്പേർഡ്സ് അല്ലേ, മഴ സീസൺ കഴിഞ്ഞതും അവരെന്ത് ചെയ്യും, നേരെ അവിടെ വന്നിട്ട് അവർ ഷെപ്പേർഡ്സിനെയൊക്കെ വളർത്തി അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, കമൻറ്റ് ചെയ്യുക, ഞാൻ എന്ത് വേണോ ചെയ്തുതരാം. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ നോട്ട്സ് നിങ്ങൾക്ക് ചിലപ്പം PDF ആദ്യം നോക്കുമ്പോൾ 6-7 പേജ് കാണും. അപ്പോൾ ആദ്യത്തെ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ 6-7 പേജുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഒരുപാട് പൈസ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരു കുറച്ചുകൂടെ സൈസ് കുറച്ചാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 പേജിൽ തന്നെ ഇത്രയും 10 പേജ് കുറച്ച് ഒരു 5-ലോട്ടോ 4-ലോട്ടോ ആക്കി ഞാൻ തരാം. അതെന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. എല്ലാവരും നല്ലപോലെ പഠിക്കുക.